കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ഫെഡോസ് എർണച്ചിനെ കുറിച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ. ഇപ്പം ലാസ്റ്റ് കമന്റ് ബോക്സിനകത്ത് ഫെഡോസ് എർണച്ചിനെ കുറിച്ചുള്ള കമന്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സംഗതി ഫെഡോസ് എർണച്ചിനെ കുറിച്ചുള്ള ലാസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ചെർണിച്ചിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്, 2 ദിവസമല്ല ഇന്നലെ. അതിനകത്ത് ചെർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ കളിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ആരാധകരുടെ മുന്നിലാണ് ബ്ലാസ്റ്റേഴ്സിൽ എന്റെ സ്പിരിറ്റ് ചെലവഴിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഹോം ഗ്രൗണ്ടിലും എവേ ഗ്രൗണ്ടിലും ഞങ്ങളോടൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കുന്ന കാര്യത്തിൽ തന്നെ വളരെയധികം സന്തോഷവാനാണ്. പിന്നെ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ആദ്യം ഈ ചൂട് കാരണം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. ഈ തണുത്ത കാലാവസ്ഥയിൽ നിന്നും നാഷണൽ ടീമിൽ നിന്നും ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ വലിയ ചൂടായിരുന്നു. സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ആവാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. എന്നിരുന്നാൽ പോലും പിന്നെ എനിക്ക് സെറ്റായി. ഇനി ഒരു സീസൺ കൂടി, കുറച്ച് കാലം കൂടി എനിക്ക് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആ ഒരു കാലാവസ്ഥ ചേഞ്ചിന്റെ, അതായത് വെതർ ചേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി എനിക്ക് വളരെ ആക്റ്റീവായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടാൻ കഴിയും എന്ന് ചെർണിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒഫീഷ്യലി ചെർണിച്ചും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇതുവരെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ചെർണിച്ചിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ആഗ്രഹമുണ്ടെന്ന് പുള്ളിയുടെ ഈ ഇന്റർവ്യൂവിൽ നിന്നും വളരെ വ്യക്തമാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചെർണിച്ചിന്റെ ബർത്ത്ഡേ പോസ്റ്റും ഗോളുകളും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്.